കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का अति पवित्र नाम का महिमा हो. കർത്താവ് ഒരു വലിയ അവസരം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. प्रभु हमारे जीवन में एक अच्छा अवसर अभी लेकर आए हैं. നമ്മൾ പേജ് 1 നമ്മൾ പോയി കഴിഞ്ഞാൽ हम पेज 1 में अगर हम प्रवेश करेंगे तो അവിടെ ഏറ്റവും മെയിനിൽ അവിടെ പർപ്പസ് അവര് നമ്മുടെ ഇന്നത്തെ ഈ സമയത്തുള്ള അതിന്റെ ടോപ്പിക് ആണ്, മെയിൻ തീമാണ് पर्पस ऑफ द न्यू टेस्टमेंट. तो ये एकदम पहला पेज में हम देखते हैं पर्पस ऑफ द न्यू टेस्टमेंट, नया नियम का उद्देश्य. ഈ ഉദ്ദേശമാണ് ഒരുമ. ये उद्देश्य है एकता. കർത്താവ് എങ്ങനെ മനുഷ്യരോട് ഒരുമയോടെ അല്ലെങ്കിൽ ഒന്നായിട്ട് ജീവിക്കണം. നോ പേജ് നമ്പർ 1 the first. अच्छा पेज താഴെ പേജ് നമ്പർ വന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് പേജസ്, അത് ശ്രദ്ധിച്ചാൽ മതി. नीचे एकदम नीचे कोने में पेजेस नंबर लिखा है, उसमें ध्यान. അപ്പം കർത്താവിന്റെ ഒരു വലിയ ഉദ്ദേശം നമുക്ക് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ നിയമം നമുക്ക് തന്നിരിക്കുന്നത്. तो ये नया नियम बोलते समय में प्रभु का एक बड़ा उद्देश्य को प्रकट करने के लिए प्रभु ने नियम दिया है. അപ്പൊ അവിടെ നമ്മള് അതേ പേജിൽ 1-ാം പേജിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ तो യോഹന്നാ 17 का 24 हम देखते हैं, पहला ही पेज में हम दिया वो वचन दिया गया है. അവിടെ എഴുതിയിരിക്കുന്ന Father, I desire that they also whom you gave me may also be with me where I am, that they may behold my glory which you have given me. उधर लिखा है कि हे पिता, मैं चाहता हूँ कि जिन्हें तूने मुझे दिया है, जहाँ मैं हूँ वहाँ वे भी मेरे साथ हो, कि वे मेरी उस महिमा को देखे जो तूने मुझे दी है. അപ്പം പിതാവായ ദൈവം പുത്രനെ അയക്കുമ്പോൾ ഒരു വലിയൊരു ഉദ്ദേശത്തിലാണ് അയക്കുന്നത്. जब पिता परमेश्वर अपना पुत्र को दिया तभी एक बड़ा उद्देश्य के साथ अपना पुत्र को दिया. ഈ ഉദ്ദേശം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് വാചയും അല്ലെങ്കിൽ ടെസ്റ്റമെന്റും कवनेंटुम कर्ताव एस्टैब्लिश ചെയ്തത്. ये परमेश्वर का एकदम बड़ा उद्देश्य को प्रकट करने के लिए प्रभु ने वाचा, नियम और ये बहुत सारी चीजें पुराने नियम में हम देखते हैं. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമായിരുന്നു. तो ये जब भी परमेश्वर जब प्रकट करते समय में पुराने नियम में ये सब बातों को प्रभु ने ढक कर रखा था, छुपा कर रखा था. എന്നാൽ പുതിയ നിയമത്തിലാണ് ഇത് റിയൽ ആയിട്ട് അത് റിവീൽ ആകുന്നത് അല്ലെങ്കിൽ വെളിപ്പെട്ട് വരുന്നത്. पर नया नियम में है इसका असलियत बाहर आ रहा है, इसका एक सच्चाई बाहर आ रहा है. അപ്പൊ ഈ പുതിയ നിയമത്തിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കാണ് ഇത് അറിയപ്പെടുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്? जब भी नया नियम में है, जब भी प्रभु परमेश्वर ने ये सब बातें प्रकट किया करके बोलते समय में किसको ये बातें प्रकट किया? ഇത് കർത്താവ് സഭയ്ക്ക് മാത്രമേ വെളിപ്പെട്ട് തന്നിട്ടുള്ളൂ. सिर्फ केवल कलीसिया को ही परमेश्वर ने ये सब बातों को प्रकट करके दिया. ഈ വിഷയം അതാണ്. അപ്പൊ സഭയെ മുഖാന്തരമാണ് കർത്താവിന്റെ ഇത്രയും വലിയ സത്യം അത് വെളിപ്പെട്ട് വെളി വരുന്നത്. ये उद्देश्य की वजह से कलीसिया द्वारा है, ये परमेश्वर का उद्देश्य को प्रभु ने प्रकट करके कलीसिया द्वारा प्रकट कर रहा है. നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസിൽ നമ്മൾ വായിക്കുമ്പോൾ तो हम पहला पत्रस का पुस्तक पढ़ते समय में അതിന്റെ 1-ാം അധ്യായത്തിൽ पहला पत्रस का पहला अध्याय മലയാളത്തിൽ ഒരു സഹോദരൻ വായിച്ച് സഹായിക്കണേ. हिंदी में भी एक भाई पढ़ना. 1-ാം അധ്യായത്തിൽ पहला पत्रस 1 അതിന്റെ 9 തൊട്ട് 12-ാം വാക്യം വരെ 1 का 9 से लेके 12 तक. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അംഗമായ ഏകീകരണ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും അഭിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവും ക്രിസ്തുവിന് വരേണ്ടിയ ഘട്ടങ്ങളും പിന്വരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി. അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. हिंदी में पढ़ेंगे कोई भाई मदद करेंगे. अपने विश्वास का प्रतिफल अर्थात आत्माओं का उद्धार प्राप्त करते हो. इसी उद्धार के विषय में उन भविष्यवक्ताओं ने बहुत खोजबीन और जांच पड़ताल की, जिन्होंने उस अनुग्रह के विषय में जो तुम पर होने को था भविष्यवाणी की थी. उन्होंने इस बात की खोज की कि मसीह का आत्मा जो उनमें था और पहले इसे मसीह के दुखों की और उसके बाद होने वाली महिमा की गवाही देता था, वह कौन से और कैसे समय की ओर संकेत करता था. उन पर यह प्रकट किया गया कि वे अपनी नहीं परंतु तुम्हारी सेवा के लिए ये बातें कहा करते थे.
जिनका समाचार अब तुम्हें इनके द्वारा मिला, जिन्होंने पवित्र आत्मा के द्वारा जो स्वर्ग से भेजा गया तुम्हें सुसमाचार सुनाया, और इन बातों को स्वर्गदूत भी ध्यान से देखते और देखने की लालसा रखते हैं. നമ്മൾ 9 തൊട്ട് 10 12 വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ 3 ഗ്രൂപ്പ് നമ്മൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. तो 9 से लेके 12 तक जब हम पढ़े उधर 3 प्रकार के झुंड हम देखते हैं. ആദ്യത്തെ ഗ്രൂപ്പാണ് 9, 10, 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഈ രക്ഷയെ പറ്റിയിട്ടുള്ള പ്രവാചകന്മാർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അത് പഴയ നിയമത്തെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാ പറയുന്നത്. तो 9, 10 हम पढ़ते समय में 9, 10, 11 पढ़ते समय में उधर लिखा है कि ये जो उद्धार का बात वो लोग कर रहे थे, वे भविष्यवक्ताओं ने बहुत खास रीति से वो लोग ढूंढा. ये भविष्यवक्ता कौन है? पुराने नियम के विश्वासी लोग. അപ്പം അവർ അന്വേഷിച്ചപ്പോൾ അത് അവർക്കല്ല, അത് നിങ്ങൾക്കാണെന്നാണ് പത്രോസ് പറയുന്നത്. जब पतरस बोल रहे आगे कि ये जब वो लोग ने प्रचार किया वे उनके लिए नहीं पर तुम्हारे लिए ये सब प्रचार किया करके बोल रहे. അപ്പം നിങ്ങൾക്കാണെന്ന് പറയുമ്പോൾ പത്രോസ് ഒരു സഭയോട് പറയുവാണ് ആ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അത് വെളിപ്പെട്ട് തന്നിരിക്കുന്നത്. तो ये जब ये बोलते समय तुम्हारे लिए जब ये ऐसा बोलते समय में ये कलीसिया के विषय में बोल रहे कि पुराने नियम में ये सब बात गुप्त था पर ये सब बात कलीसिया को प्रकट हुआ है, मंडली को प्रकट हुआ है. 12 വാക്യം പറയുന്നത് ഇറ്റ് വാസ് റിവീൽഡ് ദാറ്റ് ഒരു കാര്യം വെളിപ്പെട്ടു. അവര് പഴയ നിയമത്തിന്റെ പ്രവാചകന്മാര് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. तो ये 12 पढ़ते समय में ये बात उनको प्रकट हुआ, ये बात उनको मालूम पड़ा. ऐसा क्यों लिखा है कि वो लोग पुराने नियम में ये सब बात छुपे हुए थे पर कुछ बात उनको समझ में आया, उनको प्रकट हुआ. അപ്പൊ അവർക്ക് മനസ്സിലായി മശിയ വരും, അവൻ കഷ്ടം സഹിക്കും, അവൻ ദുഃഖം സഹിക്കും, എന്നിട്ട് അവന് മരിക്കേണ്ടി വരും. അത് അവർക്ക് മനസ്സിലായി. ये उनको समझा कि मसीहा आएगा, कष्ट उठाएगा, मारा जाएगा और महिमा में प्रवेश करेगा. എന്നാൽ ഈ കാര്യം അവർക്കല്ല നിങ്ങൾക്കാന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയ്ക്കാണെന്നാണ് അവിടെ പറയുന്നത്. पर ये जो बातें जब ये प्रकट हुआ ये तो उनके लिए नहीं पर तुम्हारे लिए था, मतलब कलीसिया के लिए है करके वो बात उनको समझ में आया. അതായത് സഭയ്ക്കാണ് ആ കാര്യം. കാരണം മശിയ കാരണം ഇസ്രായേലിനോട് ഇപ്പോൾ നിങ്ങൾ പോയി ചോദിച്ചാൽ മശിയ വരുമ്പോൾ കഷ്ടം സഹിക്കും, ദുഃഖം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനം അവർ വിശ്വസിക്കത്തില്ല. अभी अगर कोई इसराइल में जाके एक यहूदी को बोले कि तुम्हारा मसीहा जब भी आएगा, मसीहा आकर कष्ट अनुभव करेगा और वो मारा जाएगा, जब ऐसा कोई यहूदी को बोला तो वो लोग कभी स्वीकारेंगे नहीं. वो लोग कभी अंगीकार नहीं करेंगे. അവർക്ക് ദേഷ്യം വന്ന് നമ്മളെ അടിക്കാൻ വരും. उन लोगों को गुस्सा आएगा, वो लोग मारने आएंगे क्योंकि मेरा मसीहा को कैसा ऐसा. എന്റെ മശിയ വന്നാൽ അവൻ കഷ്ടം സഹിക്കത്തില്ല, അവൻ രാജ്യം സ്ഥാപിക്കാനാ വരുന്നത്, അവൻ തേജസ്സിലാ വരുന്നത്, അവന് കഷ്ടം വരുത്തില്ല എന്ന് പറഞ്ഞ് അത്രയും എരിവോടെ അവർ നിൽക്കുക. तो वो लोग इतना जलन में रुके, वो लोग बोलेंगे कि जब भी हमारा मसीहा आएगा वो कष्ट अनुभव करने नहीं आएगा पर एक राज्य स्थापना करने आएगा और ये हमारा मसीहा ऐसा पीड़ित नहीं होगा करके उनको इतना बड़ा ज्वलन है. ഇന്നും ഇസ്രായേലില് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ ബൈബിൾ, അവർ ഈ പഴയ നിയമത്തിന്റെ ബൈബിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഐശയ്യ 53 വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കത്തില്ല. तो अभी भी आज भी अगर कोई एक यहूदी को जाके उनका सिनागोग में जाके किसी को बोले कि यशायाह 53 तुम लोग पढ़ो करके बोलेंगे तो वो लोग नहीं पढ़ते. കാരണം യശയ്യാ 53 എന്ന വരാനുള്ള മശിയെ പറ്റി കഷ്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. क्योंकि यशायाह 53 में खास रीति से मसीहा का कष्ट अनुभव के बारे में लिखा है. പക്ഷെ അവര് യശയ്യായുടെ ആ ഭാഗങ്ങൾ വരുമ്പോൾ ആ കഷ്ടത്തിന്റെ ഭാഗം വരും, അല്ലെങ്കിൽ ആ അധ്യായം മൊത്തം അവര് ഡിസ്റിഗാർഡ് ചെയ്യും. അത് ആ മശിയയുടെ കഷ്ടത്തിനെ പറ്റിയിട്ടല്ലാതെ പറഞ്ഞ് അവര് പറയും. तो ये बात जब वो लोग देखते हैं तो वो लोग बोलते हैं कि ये मसीहा के बारे में नहीं लिखा है और वो लोग पढ़ना भी नहीं चाहते वो सब बातें. പക്ഷെ യശയ്യായ്ക്ക് ആ കാര്യം വെളിപ്പെട്ട് വന്നത് ഒരു മശിയ വരുമ്പോൾ കഷ്ടപ്പെടും, ദുഃഖം സഹിക്കേണ്ടി വരും, ക്രൂശിൽ പോയി മരിക്കേണ്ടി വരും. जब पर यशायाह भविष्यवक्ता को ये प्रकट हुआ कि एक मसीहा आएगा और ये कष्ट अनुभव उठाएगा, ये मारा जाएगा. അപ്പൊ പക്ഷെ യശയ്യായ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർക്ക് ഒരു കാര്യം മനസ്സിലായേ, ഇങ്ങനെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കിയാലെങ്കിലും അത് അവർക്കല്ലായിരുന്നോ നിങ്ങൾക്ക് അല്ലെങ്കിൽ സഭയ്ക്കാണെന്ന് അവിടെ പറയുന്നത്. पर ये बात, एक और बात उनको प्रकट हुआ पुराने नियम के भविष्यवक्ताओं को कि ये जो मसीह कष्ट अनुभव उठाएगा, मारा जाएगा, ऊंचा उठा लिया जाएगा, ये सब जो बातें हैं ये उनके लिए नहीं था पर आने वाले युग में एक झुंड, कलीसिया क्या झुंड के लिए ये बातें है करके उनको समझ में आया. പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് സഭ ഈ കാര്യം മനസ്സിലാക്കുന്നത്. സഭ എപ്പോഴും കർത്താവിന്റെ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്, അവൻ നമുക്ക് വേണ്ടി ദുഃഖം സഹിച്ചത്, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, പിൻവരുന്ന മഹിമ, ഈ കാര്യം
കാര്യങ്ങളാണ് നമ്മൾ സഭയിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. तो ये बातें है कलीसिया में हमेशा हमें याद रखना है कि मसीह जब भी आया, मसीह कष्ट अनुभव उठाया कलीसिया के लिए, जब मसीह मारा गया कलीसिया के लिए, जी उठा कलीसिया के लिए, और महिमा में वो ऊंचा उठा लिया गया, वो भी कलीसिया के लिए था. അപ്പം കർത്താവിന്റെ ആദ്യ ജനമായ ഇസ്രായേലിന്റെ കാര്യം പറയുമ്പോൾ അവർ കർത്താവിന്റെ ഈ കഷ്ടപ്പെടുന്ന മഷിയ അവർക്ക് വേണ്ടെന്നാ പറയുന്നത്. तो ये जब भी पहला सप्ताह या फिर पुराने ये जब भी यहूदियों को जब भी बोलते समय में, तो उन लोग कभी स्वीकारते नहीं कि मसीहा कष्ट उठाएगा. എന്നാൽ നമുക്കോ നമ്മളറിയാം 1 കൊരിന്ത്യർ 1:18 വായിക്കുന്നേ, ക്രൂശിന്റെ വചനമോ നമുക്ക് ജീവൻ തരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ശക്തിയാണ്. നശിച്ചു പോകുന്നത് അത് അവർക്ക് പോഷത്വമാണ്. तो पहला कोरिन्थियों 1 में हम पढ़ते हैं कि ये जो क्रूस का वचन, ये हमारे लिए परमेश्वर का सामर्थ्य है, पर नाश होने वाले लोग के लिए ये केवल मूर्खता है. അല്ല, അതുകൊണ്ടാണ് സഭയാണ് ഈ കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ റിയലൈസേഷനിൽ നമ്മൾ എത്തുന്നത്. पर ये बातें कलीसिया पहचान रहा है कि ये सब मसीह हमारे लिए किया, पहचान कर एक बोध्य में आ रहा है. ഓക്കെ, അപ്പൊ രണ്ട് കൂട്ടരായി. अभी 2 झुंड के लोग हम पढ़े पहले पत्रस में. മൂന്നാമത്തെ കൂട്ടർ ഏതാ? तीसरा झुंड कौन है उधर? एक നമ്മള് 12ന്റെ അവസാന ഭാഗത്തിൽ പറയുന്ന ദൂതന്മാർ. 12 का अंतिम भाग में क्या लिखा है? ये स्वर्गदूत लोग खास रीति से वो लोग देख रहे हैं. അപ്പം കർത്താവിന്റെ വരുന്ന മഷിയെ പറ്റിയിട്ടുള്ള കഷ്ടതയും മഹിമയും ഇത് പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയതേ ഉള്ളൂ. पुराने नियम में मसीह आएगा, कष्ट उठाएगा, मारा जाएगा, ये इसका प्रकटीकरण केवल पुराने नियम के विश्वासी लोग को मिला. എന്നാൽ ദൂതന്മാരോ മനുഷ്യനെക്കാളും മുന്നേ ഉണ്ടായിരുന്നു. पर स्वर्गदूत तो मनुष्य से भी पहले उनको सिरजा गया, बनाया गया. അവർക്ക് ഇത് വെളിപ്പെട്ടോ? उनको ये प्रकट हुआ क्या? അവർക്ക് ഇത് വെളിപ്പെട്ടിട്ടില്ല. उनको ये प्रकट नहीं हुआ था. എന്നാൽ पर ഇന്നും आज भी അവർ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഈ സുവിശേഷം എന്താണ്, മഷിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇന്നും അവർ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് നോക്കി അവർ അന്വേഷിക്കുവാണ്. വാട്ട് ഈസ് ദിസ്? तो आज भी ये स्वर्गदूत नीचे झुककर वो लोग देख रहे हैं कि ये सुसमाचार क्या है, किस विषय में ये बात करना चाहता है. वो लोग अचंभित बैठे हैं कि ये सब बातें क्या हो रहा है इस दुनिया में. എന്നാൽ സ്വർഗദൂതന്റെ ഈ ആഗ്രഹങ്ങൾ ഒരു ദിവസം നിവൃത്തിയാവും. पर ये स्वर्गदूत का इच्छा एक दिन पूरा होगा. അതായത് എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ एफेसियों का पुस्तक 3-ാം അധ്യായം 3रा अध्याय നമ്മൾ അവിടെ 8-10 നമ്മൾ വായിക്കുമ്പോൾ 3 का 8 से 10 तक സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ ആ. എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും ആ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ ആ അനാദികാലം മുതൽ മറഞ്ഞപ്പെട്ടിരിക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയെ എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ആ. നൽകിയിരിക്കുന്നു. ആ അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആ ദൈവത്തിന്റെ വിപുലമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച അനാദി നിർണയപ്രകാരം ആ. സഭ മുഖാന്തരം അറിവായിരിക്കും. आमेन. हिंदी में पढ़ना. वह भेद मुझ पर प्रकाशन के द्वारा प्रकट हुआ, हाँ। जैसा मैं पहले ही संक्षेप में लिख चुका हूँ, हाँ। जिससे तुम पढ़कर जान सकते हो कि मैं मसीह का वह भेद Ephesians chapter 3 8-10. हाँ पढ़ो. सॉरी पढ़ो, उनको बराबर, बताने का था. बराबर. जिससे तुम पढ़कर जान सकते हो कि हाँ। मैं मसीह का वह भेद हाँ। कहाँ तक समझता हूँ, हाँ। जो अन्य समयों में मनुष्यों की संतानों को ऐसा नहीं बताया गया था। देखो, जो अन्य समय में मनुष्यों को बताया नहीं था, आदि पूर्व കാലങ്ങളിൽ ഇത് മനുഷ്യന് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ആകെ जैसा कि आत्मा के द्वारा अब उसके पवित्र प्रेरितों और भविष्यवक्ताओं पर प्रकट किया गया है। അഭി ഇപ്പം പരിശുദ്ധാത്മാവ് മുഖാന്തരം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഇതേതാ പുതിയ നിയമ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. तो ये अपोस्तल भविष्यवक्ता है कि किसके विषय में? ये नया नियम के प्रेरित और भविष्यवक्ता है. हाँ आगे बढ़े. अर्थात यह कि मसीह यीशु में सुसमाचार के द्वारा हाँ। अन्य जाति लोग विरास में साझी और एक ही देह के और प्रतिज्ञा के भागी हैं. मैं परमेश्वर के अनुग्रह के उस दान के अनुसार जो उसकी सामर्थ्य के प्रभाव के अनुसार मुझे दिया गया, उस सुसमाचार का सेवक बना. मुझ पर जो सब पवित्र लोगों में से छोटे से भी छोटा हूँ, यह अनुग्रह हुआ कि मैं अन्य जातियों को मसीह के अगम्य धन का सुसमाचार सुनाऊं और सब पर यह बात प्रकाशित करूं कि उस भेद का प्रबंध क्या है जो सबके सृजनहार परमेश्वर में आदि से गुप्त था. സൃജനാൽ പരമേശ്വർ में गुप्त. ഈ കാര്യം ദൈവത്തിൽ അത്
മിസ്റ്ററി ആയിരിക്കും, അതാണ് ഹിഡൻ ആയിരിക്കും. അത് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ये बात प्रभु में परमेश्वर में वो गुप्तता करके लिखा गया है. ആകെ ताकि अब कलीसिया के द्वारा കലീശിയാക്കെ ദ്വാര സഭ മുഖാന്തരം परमेश्वर का विभिन्न प्रकार का ज्ञान കർത്താവിന്റെ ജ്ഞാനപ്രകാരമുള്ള ജ്ഞാനം उन प्रधानों और अधिकारियों पर हाँ। स्वर्गीय स्थानों में प्रकट किया जाए। ഇതിനകത്ത് ദൂതന്മാരുണ്ടോ? तो ये प्रधानी और अधिकारी जो स्वर्गीय स्थानों पर है, इसमें स्वर्गदूत है क्या? ഏ है. ഉണ്ട്. കാരണം അപ്പൊ സഭാ മുഖാന്തരം സഭയുടെ റാപ്ചർ ആയി കഴിഞ്ഞിട്ട് 1000 വർഷം സഭ തേജസ്സോടെ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ ആ സമയത്ത് സഭയുടെ ജോലി എന്താണ്? तो जब भी कलीसिया उठा लिया जाएगा, 1000 साल जब भी प्रभु के साथ राज्य करेगा, तभी कलीसिया का काम क्या रहेगा? कलीसिया क्या करेगी तभी? അവിടെ എന്ത് ചെയ്യും? ഈ കർത്താവിന്റെ വിഭിന്ന പ്രകാരമുള്ള ജ്ഞാനപ്രകാരമുള്ള ജ്ഞാനം, കർത്താവിന്റെ തേജസ്, ഈ ജ്ഞാനത്തെ പറ്റിയിട്ടുള്ള സകല ജാതികൾക്കും സ്വർഗീയ അധികാരികൾക്കും സഭയായിരിക്കും വെളിപ്പെട്ട് തരുന്നത്. ये परमेश्वर का जो ज्ञान है, जो परमेश्वर का जो महिमा है, ये कलीसिया द्वारा सारा भूमंडल के राज्य और अधिकारियों को कलीसिया प्रकट करेगी. ആ അപ്പൊ സഭയുടെ എത്ര വലിയ ജിമ്മേദാരി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? तो अभी कलीसिया का इतना बड़ा जिम्मेदारी हम समझ रहे हैं कि नहीं? അപ്പം നമ്മൾ 1 പത്രോസ് 1:12 വായിച്ചു, ദൂതന്മാർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിച്ചു, അവരുടെ ആഗ്രഹം നിവർത്തിയാകുക. तो पहला पत्रस में हम क्या पढ़े? ये स्वर्गदूत वो लोग आग्रह कर रहे हैं और देख रहे हैं इस पर कि क्या है. पर एफेसियों में हम क्या पढ़े? ये उनका आग्रह इधर पूर्तिकरण हुआ, उनको प्रकट हो चुका है कलीसिया द्वारा. അപ്പൊ സഭ വരും കാലങ്ങളിൽ കർത്താവിന്റെ ആ ജ്ഞാനം വെളിപ്പെടും എന്ന് പറയുമ്പോൾ तो जब भी आने वाले युगों में इस परमेश्वर का ज्ञान को कलीसिया प्रकट करेगा बोलते समय में, അത് ആരുടെ പ്രാർത്ഥനയായിരുന്നു? അതാണ് നമ്മള് പേജ് 1 നമ്മൾ വായിച്ചത്, ജോൺ ചാപ്റ്റർ 17:24. तो ये प्रार्थना किसका था? ये महिमा प्रकट करना कलीसिया द्वारा प्रभु का था. वही हम यूहन्ना 17:24 में हम पहला पेज में हम पढ़े. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? प्रभु का प्रार्थना क्या था? അവരും സഭയും എന്റെ കൂടെ, ഞാൻ പിതാവിന്റെ കൂടെ എങ്ങനെ ഒന്നായിരിക്കുന്നു, പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇവരും, ഹേ പിതാവേ, നിങ്ങൾ ആരൊക്കെ എനിക്ക് ലോകത്തിൽ നിന്ന് തന്നു, അവരും എല്ലാവരും ഒരുമിച്ച് പിതാവിന്റെ സന്നിധിയിൽ പുത്രനും മൂത്ത സഹോദരനായ യേശുക്രിസ്തുവും അവന്റെ കൂടെ സഭയും ഒരുമിച്ച് അതേ തേജസ്സിൽ ഇരുന്ന് എന്നിട്ട് വരും കാലങ്ങളിൽ ആ തേജസ്സും സന്തോഷവും ആ ജ്ഞാനവും അവർ സ്പ്രെഡ് ചെയ്യുവാണ്. तो ये हम यूहन्ना 17:24 में पढ़ा. प्रभु उधर प्रार्थना कर रहा है, ये जो लोग जो पिता तूने आपने मुझे जो दिए हैं, ये लोग मेरे साथ रहे और ये लोग मेरा महिमा देखे, और ये मैं जहाँ बैठा हूँ वो लोग भी वहां पर ही बैठे, और कि उन लोग प्रभु का महिमा आने वाले युगों में सारे संसार को प्रकट करने के लिए. ഈ കാര്യം കർത്താവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ആദ്യമായിട്ട് ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നത്. ये बातों को प्रकट करने के लिए पहली बार परमेश्वर ने आदम को सृष्टि किया. അപ്പൊ ലൂസിഫറിനെ കർത്താവ് ആദ്യം സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ അവനെ അധികാരം കൊടുത്ത് സൃഷ്ടിച്ച ദൈവം അവന് പദവി കൊടുത്തപ്പോൾ കർത്താവിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. जब भी लूसीफर को जब भी प्रभु ने बनाया, उसको सृष्टि किया, उधर प्रभु का एक उद्देश्य था उसके पीछे. എന്നാൽ ആ ഉദ്ദേശത്തിൽ നിന്ന് അവൻ കർത്താവിനോട് റെബൽ ചെയ്തിട്ട് ഒരു ഈവൽ ബീയിങ് ആയി കഴിഞ്ഞുകൊണ്ട് അവൻ കർത്താവ് എന്ത് ചെയ്തു? അവനെ ആ പർപ്പസിൽ നിന്ന് അവനെ മാറ്റി. क्योंकि प्रभु एक उद्देश्य से लूसीफर को बनाया था, उस उद्देश्य को छोड़कर लूसीफर क्या करने लगा? वो एक दुष्ट आत्मा बन गया, एक दुष्ट प्राणी बन गया. इसलिए प्रभु ने वो उद्देश्य से ही उसको हटा कर उसे निकाल दिया. എന്നിട്ട് അവന്റെ പകരം ആരെ വെച്ചു? और उसके बदले अभी प्रभु परमेश्वर क्या कर रहा है? ആദാമിനെ വെച്ചു. आदम को प्रभु अभी सृष्टि कर एक मनुष्य को बना रहा. എന്നാൽ ആദാം ആരെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? अभी आदम किसको उधर प्रकट कर रहा है? നമുക്കൊരു വാക്യം വായിക്കാം. കർത്താവ് ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിനെ നോക്കിയിട്ടല്ല കർത്താവ് ആദാമിനെ ഉണ്ടാക്കുന്നത്. जब भी प्रभु आदम को बनाते समय में परमेश्वर आदम को देखकर नहीं, प्रभु मनुष्य को देखकर नहीं आदम को बना रहा. നമ്മള് റോമാലേഖനം 5-ാം അധ്യായത്തിൽ रोमियो का पुस्तक 5वां अध्याय അതിന്റെ 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്, 5:14 हम पढ़ते समय में 5:14 पढ़े ആഖിരി ഭാഗ് में आखिरी बात. जिन्होंने उस आदम जो उस आने वाले का चिन्ह है. ആദാം കോനെ? ആദാം ആരാണ്? വരവാനുള്ളവന്റെ പ്രതിരൂപമാണ്. അത് ആ വരവാനുള്ളവൻ ആരായിരുന്നു? യേശുക്രിസ്തു ആയിരുന്നു. आदम कौन है? जो आने वाले का चिन्ह है. आने वाला कौन है? प्रभु यीशु मसीह का चिन्ह बनकर आदम को पहले प्रभु ने बनाया. रोमन्स चैप्टर 5:15 में 14, Adam who is a type of him who is to come, who was to come. तो आदम को ने आने वाले एक व्यक्ति का एक प्रतिरूप है, एक रूप है परमेश्वर ने बनाया. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ
ദൈവം ആരെയാ കാണുന്നത്? യേശു ക്രിസ്തു മനുഷ്യനായി വരും, മനുഷ്യന് വേണ്ടിയിട്ട് പാപത്തിന് വേണ്ടി പരിഹാരം തരും. ആ കാര്യങ്ങളെല്ലാം, കാരണം ദൈവം ആരാണ്? അവൻ ആദ്യത്തിൽ തന്നെ അന്ത്യം അറിയുന്ന കർത്താവാണ്, അവന്റെ ഫ്യൂച്ചർ അറിയുന്ന കർത്താവാണ്. കർത്താവ് ആദ്യം തന്നെ നമുക്ക് വേണ്ടി റെമഡി ഒരുക്കുവാണ്. तो जब भी आदम को बनाते समय ही प्रभु क्या कर रहा है, आने वाले मसीहा को देखकर ही प्रभु आदम को बना रहा है कि ऐसा जो आदि में ही अंत जानता है, वो परमेश्वर क्या कर रहा है, आदम को उस रीति से बना रहा है जैसा मसीह जो आने वाला है उस बोध्य में और उस सुबोध्य में परमेश्वर आदम को बना रहा है. എന്നാൽ കർത്താവിന് വരാൻ ഒരു സമയമുണ്ട്. पर परमेश्वर को आने के लिए एक समय है. നമ്മള് ഗലാത്യ ലേഖനം 4:4 നമ്മൾ വായിക്കുമ്പോൾ, गलातियों का पुस्तक 4:4, गैलेशियंस चैप्टर 4:4, जब समय पूरा हुआ तो परमेश्वर ने अपने पुत्र को भेजा. ബസ് जब സമയത്തിന്റെ पूर्ति करना, ആ കാലസമ്പൂർണ്ണത കാലസമ്പൂർണത പൂർണ്ണത ആയപ്പോൾ ദൈവം തന്റെ പുത്രനെ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ആ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ആ നിയോഗിച്ച് അയച്ചത്. അയച്ചു. മതി. അപ്പം കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോഴാണ് യേശുക്രിസ്തു വരുന്നത്. तो समय का जब भी पूर्णता हुआ तभी है प्रभु परमेश्वर ने यीशु मसीह को भेजा. എന്നാൽ ഈ കാലം വരെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചില കാര്യങ്ങൾ വേണം. पर ये जो समय का पूर्णता होने तक मनुष्य को जीने के लिए कुछ चाहिए. അവർക്ക് ഒരു ഗൈഡൻസ് വേണം, उनको एक रास्ता चाहिए, അവർക്ക് ഒരു ട്യൂട്ടർ വേണം. उनको एक सहायक चाहिए, एक सिखाने वाला चाहिए. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അവർക്ക് ന്യായ പ്രമാണം കൊടുത്തു. तो अभी परमेश्वर ने क्या किया, उनको व्यवस्था दिया. അപ്പൊ ഈ പ്രമാണം മുഖാന്തരം, ഈ പ്രമാണം എന്ത് ചെയ്തു? വരാനുള്ള മശിയയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായകനായിട്ടാണ് പ്രമാണം തന്നത്. तो तभी इस विषय में आने वाला व्यक्ति, एक मसीहा आने वाला है, उसको बताने के लिए पहले व्यवस्था को एक शिक्षक के रूप में परमेश्वर ने मनुष्य को दिया. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഓരോരോ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. उस बातों को हम एक सेशंस में अभी हम पढ़ेंगे, सीखेंगे. നമ്മൾ ഓരോ സെഷനിൽ നമ്മൾ പോകുമ്പോൾ അപ്പം കർത്താവ് എങ്ങനെ ടെസ്റ്റമെന്റ് സ്ഥാപിച്ചു, കവനന്റ് സ്ഥാപിച്ചു, എങ്ങനെ ജനങ്ങള് കർത്താവിനെ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ അറിയാൻ പറ്റുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും വരാനുള്ള സെഷനിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. तो कैसा परमेश्वर ने नियम का स्थापना किया, कैसा प्रभु ने व्यवस्था का स्थापना किया, अनेक आज्ञाओं का स्थापना की, ये सब के विषय में हम एक सेशंस में अभी हम पढ़ते जाएंगे. ഞാൻ ജസ്റ്റ് ബേസ് ഇട്ടല്ലോ, ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടേ ഉള്ളൂ. अभी बस एक छोटा सा इंट्रोडक्शन मैंने दिया. बस ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. एक सवाल मैं सबसे पूछना चाहता हूँ. നിങ്ങൾ ഈ ചോദ്യം ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ ये सवाल सब लोग ने सोचा रहेगा. കാരണം ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ ആദ്യം വന്ന ചോദ്യമാണ്, जब भी मैंने बाइबल हाथ में लिया तभी मेरे मन में पहले ये सवाल उठा था, ഇതെന്താണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് എന്താണ് ന്യൂ ടെസ്റ്റ്മെന്റ്? ये इधर क्यों दो विभाग है, पुराना नियम और नया नियम, ये दो विभाग क्यों दिया गया वचन? ചിന്തിച്ചിട്ടുണ്ടോ? कभी सोचा है क्या? ബൈബിൾ എന്തിനാണ് ഈ ദൈവം ബൈബിൾ തന്നപ്പോൾ പഴയ നിയമം പുതിയ നിയമം അങ്ങനെ ബൈഫർക്കേഷൻ ചെയ്തില്ലായിരുന്നു. നാഷണൽ കൗൺസിലാണ്, പിന്നെ സഹോദരന്മാരാണ് ദൈവത്തിന്റെ വെളിപ്പാട്, പൗലോസ് മുഖാന്തരം ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബൈബിളിൽ നമുക്ക് വിഭാജനം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. तो ये जब भी वचन हर एक पुस्तक है, जब भी अलग अलग लोग लिखते समय में उधर तभी विभाजन करके वो लोग नहीं लिखे कि ये पुराने नियम में आएगा, ये नया नियम में आएगा. पर आने वाले युग में जो वचन का पंडित लोग जब ये वचन का शिक्षण किए तभी उनको समझ में आया कि ये पुराना नियम कुछ अलग है, नया नियम में कुछ अलग है. पौलुस को जो ज्ञान परमेश्वर से मिला है वो ज्ञान का पूर्णता का विषय, वो मर्म का विषय कुछ अलग ही है करके उनको प्रकट हुआ. तभी उन्होंने विभाग किया, दो विभाग किया. അപ്പൊ അവർക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം ഓരോരോ സഹോദരന്മാർക്ക് ബൈബിൾ വിഭാജനം ചെയ്യുന്നവർക്ക് മനസ്സിലായി കർത്താവിന്റെ വചനം വിഭാജനം എന്ന് പറഞ്ഞാൽ അത് ഈ എന്തോ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് പഴയ നിയമവും പുതിയ നിയമവും വന്നത്. तो ये जब ये वचन का पंडित लोग वचन पढ़ कर उनको ये समझ में आया, ये उनको ज्ञान में समझ में आया कि कुछ तो अलग है पुराने पुस्तकों में और नए पुस्तकों में, कुछ तो बात अलग है करके उनको प्रकट हुआ. इसीलिए वो लोग ने पुराना नियम और नया नियम का विभाजन करके वचन को उधर डिवाइड किया. പക്ഷെ എന്തിനാണ് രണ്ട് നിയമം മാത്രം തന്നിരിക്കുന്നത്? तो उधर केवल सिर्फ वचन में केवल दो नियम क्यों दिया गया, पुराना और नया? 3 നിയമമാക്കാലോ, 5 നിയമമാക്കാം, 10 നിയമമാക്കാം, അങ്ങനെ ചെയ്തില്ല. എന്തിനാ 2 മാത്രമാക്കിയത്? अगर विभाजन ही करना है तो 3 नियम बना सकते हैं, 4 नियम बना सकते हैं, 5 नियम में हम उसको अलग करके पढ़ सकते हैं.
ഇതൊന്നും അങ്ങനെ ചെയ്തില്ല. ऐसा उन लोग वो पंडित लोगों ने ऐसा क्यों वचन को अलग में क्यों नहीं किया? അതിനൊരു ഉദ്ദേശമുണ്ട്. उसका एक उद्देश्य है. കാരണം ദൈവാത്മാവ് നമുക്കൊരു കാര്യം പറയുവാണ്. जब भी परमेश्वर का आत्मा हमसे एक बात कहता है, ഇത് എൻറ്റയർ ബൈബിൾ ദൈവത്തിന്റെ ഒരു ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയുടെ ആധാരമാണ് ഈ ബൈബിൾ. അതിന്റെ ഒരു രേഖയാണ് ഈ ബൈബിൾ. तो ये पूरा परमेश्वर का वचन, ये पूरा पवित्र शास्त्र एक वाचा का रेखा है कि परमेश्वर मनुष्य से कुछ वाचा बांधना चाहता है या फिर वाचा बांधा है. അപ്പം ഈ കവനന്റ് ദൈവം മനുഷ്യനോട് കൊടുക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാക്കണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഉള്ള ബോധം അവർക്ക് വന്നിട്ടില്ല. जब भी ये व्यवस्था, ये जो वाचा जब भी परमेश्वर मनुष्य से बांधते समय में मनुष्य ये नहीं समझ पाया कि ये वाचा को मैं पूर्तिकरण नहीं कर पाऊंगा, ये मैं खत्म नहीं कर पाऊंगा करके मनुष्य समझा नहीं. ഏത് കാലത്തിൽ അവർക്ക് ബോധം വന്നോ ആ ബോധത്തെയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. जिस काल में उनको सुबोध आया कि अभी ये व्यवस्था को पूर्तिकरण करने के लिए मेरे में क्षमता नहीं, मेरे में काबिलियत नहीं, वो जब इस समय का पूर्णता हुआ तभी नया नियम का शुरुआत हुआ. അവിടെയാണ് അതുകൊണ്ടാണ് പൗലോസ് ഈ കാര്യം വെളിപ്പെടുമ്പോൾ പറയുവാണ് അനാദി കാലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം പിതാവ് പരിശുദ്ധാത്മാവ് മുഖാന്തരം എനിക്ക് അത് വെളിപ്പെട്ടപ്പോൾ ഞാൻ ഒരു ജാതികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ശുശ്രൂഷകനായി മാറി. तो ये जब पौलुस समझते समय में वो बोल रहा है कि ये शुरुआत से जो परमेश्वर जो आदि जानता है, ये परमेश्वर के अंदर ये जो गुप्त बातें, ये परमेश्वर का मर्म के बातें, छुपे हुए गुप्त बातों का प्रकटीकरण जब मुझे मिला तो मैं अन्य जातियों का, मैं हर एक लोगों का एक सेवक बन गया. അപ്പൊ ദൈവം നിയമം കർത്താവ് സ്ഥാപിക്കുമ്പോൾ ടെസ്റ്റമെന്റ് ദൈവം തരുമ്പോൾ जब भी परमेश्वर नियम बांधते समय में, അപ്പോൾ ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നോർമൽ നമ്മുടെ മനുഷ്യ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഒരു ധനവാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ മരിക്കുമ്പോൾ മരണത്തെ സമയത്ത് ഒരു വിൽപത്രം ഉണ്ടാക്കത്തില്ലേ, അതിനെയാണ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്. नियम का मतलब क्या है? टेस्टामेंट का उसका मतलब यह है कि मनुष्य रीति से हम अगर समझना चाहते हैं तो एक व्यक्ति, एक अमीर व्यक्ति जब भी वो क्या करता है, वो उसका मौत से पहले वो लिख कर रखते कि ये सब घर जायदाद मैं ये व्यक्ति को देना चाहता हूँ. वो उसका अंतिम इच्छा जो है वो लिख कर रख के जो मरता है उसको वो पत्र को बोलते हैं, वो नियम, ടെസ്റ്റമെന്റ്. അപ്പൊ അതേപോലെ കർത്താവിന്റെ ഹൃദയ ആഗ്രഹത്തിൽ എന്തോ മനസ്സ് കർത്താവിനുണ്ട്. ആ മനസ്സാഗ്രഹം ദൈവം മനുഷ്യന് കൊടുക്കാൻ ആഗ്രഹിച്ചു. ആ കൊടുക്കുക അപ്പൊ എന്തൊക്കെയാണെന്നുള്ള കാര്യം അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ടെസ്റ്റമെന്റ്. तो ये बात जब भी परमेश्वर के रीति से जब भी परमेश्वर प्रकट करना चाहता है, परमेश्वर क्या कर रहा है कि मैं कुछ बातें मनुष्य को देना चाहता हूँ, तो वो परमेश्वर लिखकर मनुष्य को जब भी देते समय में प्रभु एक नियम के रूप में मनुष्य को दे रहा है. അപ്പൊ അതുകൊണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കണം അപ്പൊ എത്ര പാർട്ടി ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ട്. ये जो देते समय में कितना पार्टी है, कितना ग्रुप है, कौन दे रहा है, कौन ले रहा है. ദൈവം എന്ന ഒരു വ്യക്തിയുണ്ട്, അത് സ്വീകരിക്കാൻ മനുഷ്യനുണ്ട്. രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. सिर्फ केवल दो प्रकार के लोग, दो पार्टी इन्वॉल्व है. जो देता है, जो परमेश्वर जो नियम दे रहा है, और जो मनुष्य जो नियम स्वीकार रहा है. രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. सिर्फ केवल दो ही ग्रुप्स है. അപ്പൊ ആദ്യത്തെ വ്യക്തി അപ്പം മനുഷ്യൻ പക്ഷെ എന്ത് ചെയ്തു? मनुष्य ने पर क्या किया? അവൻ ഈ ടെസ്റ്റമെന്റ് കിട്ടി കഴിഞ്ഞപ്പോൾ जब ये नियम को मनुष्य ने जब ये स्वीकारा, അവൻ സ്വയത്തിലും ജഡത്തിലും സ്വന്തം ശക്തിയിൽ ചെയ്യാൻ തുടങ്ങി. ये नियम को स्वीकार के वो क्या करने लगा? वो खुद का स्वार्थता से, वो खुद का काबिलियत से, खुद का सामर्थ्य से वो ये पूरा करने का कोशिश किया. അതാണ് ഓൾഡ് ടെസ്റ്റമെന്റ്. वो है पुराना नियम. അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റിൽ എന്ത് പറ്റി? पुराने नियम में क्या हुआ? കർത്താവ് മനുഷ്യന് അവസരം കൊടുക്കുക. നിങ്ങൾ ശരി, നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യേ. परमेश्वर बोल रहा है कि चलो तुम कह रहे हो तुम ये सब पूर्तिकरण कर सकते हो, ठीक है. परमेश्वर उधर मनुष्य को अवसर दे रहा है, ठीक है, तुम अगर कर सकते हो तो तुम करो. നിങ്ങൾ എത്ര വർഷം ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്ത് നോക്ക്. അങ്ങനെ ചെയ്ത് 4000 വർഷമായി. तुम लोग कितना साल ये करके पूर्तिकरण कर सकते हो, तुम ये देखो करके परमेश्वर जब मनुष्य को मौका दे रहा है, और वो पूर्तिकरण कर करके मनुष्य को 4000 साल हुआ, फिर भी मनुष्य पूर्तिकरण नहीं कर पाया. ഈ 4000 വർഷത്തിൽ ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അസാധ്യമാണ്. मनुष्य 4000 साल प्रयत्न करके खुद का मेहनत से, खून पसीने से पूर्तिकरण करने का नतीजा क्या हुआ? उसको समझ में आया कि मैं ये खत्म पूर्तिकरण नहीं कर पाऊंगा जो परमेश्वर का मांग है. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യയിൽ നമ്മൾ വായിച്ചു, സമയത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ കർത്താവ് തക്ക സമയത്ത് എന്തിനാ വന്നേ?
ഇനി ദൈവം ചെയ്യാൻ പോവാ. അപ്പൊ എവിടെ ദൈവം ചെയ്യാൻ പോവാന്ന് തുടങ്ങിയോ അതാണ് പുതിയ നിയമം. जब भी इसीलिए परमेश्वर कहता है कि इसीलिए वचन कहता है कि जब भी समय का पूर्तिकरण हुआ तभी परमेश्वर ने अपना बेटे को मनुष्य रूप में भेजा. उसका मतलब क्या है कि जब भी हर एक मनुष्य के हृदय में प्रकट हुआ कि ये मैं पूर्तिकरण नहीं कर पाऊंगा तो परमेश्वर ही खुद मनुष्य बनकर करने के लिए आया. അപ്പൊ നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. अभी मैं ये तुम विश्वास करता हूँ तुम समझे सब लोग രണ്ട് പാർട്ടിയുണ്ട്, രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. इधर सिर्फ केवल दो ग्रुप के लोग हैं, ദൈവവും മനുഷ്യനും. मनुष्य और परमेश्वर और मनुष्य. അപ്പൊ പഴയ നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ സ്വയശക്തിയാൽ ദൈവത്തിന്റെ ടെസ്റ്റമെന്റ് പൂർത്തീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയശക്തി ചെയ്യുന്ന ഒരു കാലമാണ് ഓൾഡ് ടെസ്റ്റമെന്റ്. पुराना नियम क्या है? मनुष्य खुद का सामर्थ्य, खुद का खून पसीने से वो मांगकर परमेश्वर से ये बातों को मैं पूर्तिकरण करूंगा बोलकर खुद का प्रयत्न करने का है पुराना नियम. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം തന്നെ ഡയറക്റ്റ് ഇടപെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പുതിയ നിയമം. नया नियम क्या है कि जब भी मनुष्य ये जो बातें जो मनुष्य नहीं कर पाया परमेश्वर खुद उतर कर आकर ये बातों को पूर्तिकरण किया, ये है नया नियम. അതുകൊണ്ടാണ് ബൈബിളിൽ രണ്ട് നിയമമേ ഉള്ളൂ, ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്. തേർഡ് ടെസ്റ്റമെന്റ് ഇല്ല. इसीलिए बाइबल में सिर्फ केवल दो ही नियम है, पुराना नियम और नया नियम. तीसरा नियम इसलिए नहीं है क्योंकि तीसरा ग्रुप नहीं है. അപ്പം നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ മനുഷ്യന്റെ ശ്രമവും ശക്തിയെ കാണിക്കത്തുള്ളൂ. पुराने नियम जब भी पढ़ते समय में मनुष्य का स्वयं सामर्थ्य और खुद का परिश्रम ही हम देख सकते हैं पुराने എന്നാൽ പുതിയ नियम. നിയമത്തിൽ നോക്കി കഴിഞ്ഞാലോ ക്രിസ്തു തന്നെ എല്ലാത്തിനും എല്ലാം, അവനാണ് എല്ലാം ചെയ്യുന്നത്. तो नया नियम में क्या है? मसीह ही सब में सब कुछ है, मसीह ही सब कुछ कर चुका है. അപ്പൊ നമ്മൾ അടുത്ത സെഷൻ തൊട്ട് കർത്താവ് എങ്ങനെയാണ് ഇങ്ങനെ ഡീലിംഗ് ചെയ്യുന്നത്, ടെസ്റ്റമെന്റ് എന്താണ്, കവനന്റ് എന്താണ്, നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. तो आने वाले सेशनों में हम सीखेंगे क्या नियम है, क्या व्यवस्था है, क्या वाचा है. ये सब हम एक एक सेशंस में हम पढ़ते रहेंगे. ദൈവം നമ്മളെ സഹായിക്കട്ടെ. प्रभु हमारा मदद करे.